വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡയറി മിൽക്ക് കേക്കാണ്. അതിനുവേണ്ടി ആദ്യം വേണ്ടത് 1.5 കപ്പ് മൈദ. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇനി ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് പഞ്ചസാര കുറച്ചായി ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്യുക. എന്നിട്ട് മുട്ട 2 എണ്ണമാണ് ഞാൻ ഇവിടെ എത്തിക്കുന്നത്. ഓരോ മുട്ടയും അതിലേക്ക് ഗ്രാജുവലി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇതേപോലെ കിട്ടും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് എടുക്കുക, എന്നിട്ട് ബീറ്റ് ചെയ്യുക. ഇനി ഈ ഡയറി മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ 1.25 കപ്പ് പാൽ ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം അരിച്ചു വെച്ചില്ലേ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അത് പതുക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് ബാറ്റർ ഈ ഒരു ഫോമിലാണ് കിട്ടുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യുക, അതിൽ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തിരിക്കുന്നത് ഓവനിലാണ്. നിങ്ങൾക്ക് കുക്കറിലാണെങ്കിലും ഈസി ആയിട്ട് ബേക്ക് ചെയ്യാം. കുക്കറിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ മുകളിൽ ഈ ചോക്ലേറ്റും വെച്ചിട്ട് ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കത് കിട്ടാനായിട്ട്. ഇനി ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്ത വിപ്പിംഗ് ക്രീമിൻ്റെ ബ്രാൻഡ് റിച്ചസ് ആണ്. ഇനി നമ്മൾ ബേക്ക് ചെയ്ത് വെച്ച കേക്ക് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ആ മുകളിൽ ക്രാക്കായിട്ട് നിൽക്കുന്നതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ചെയ്ത് ഒഴിക്കുകയാണ്. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് ഗനാഷ് ആക്ച്വലി ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ വൈറ്റിഷ് കളറ് മാറിയിട്ട് ഒന്ന് ആ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കേക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. അതിൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റാക്കി കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം കൊടുത്ത് അതിൽ ചോക്കോ ചിപ്സാണ് ഞാൻ നടുക്ക് ഫില്ല് ചെയ്യുന്നത്. പിന്നെ മുകളിലത്തെ ലെയറും വെച്ച് അതിലും ഷുഗർ സിറപ്പ് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേക്ക്. എന്നാലാണ് നമ്മൾ ആ ഗനാഷ് ഒന്ന് മുകളിൽ കൂടെ ഒഴിക്കുന്ന ഡിസൈനാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതൊന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ക്രീം ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി കേക്ക് ഒന്ന് തണുത്ത് കിട്ടണം. ഇത് ബിഗിനേഴ്സിനാണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ക്രീം ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ക്രം കോട്ടിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നത് കൊണ്ട്. ഇനി ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ടോപ്പ് ലെയർ ഫുള്ളായിട്ട് ആ ഗനാഷ് വെച്ചിട്ട് തന്നെ കവർ ചെയ്യണം കേട്ടോ. ഇനി ഞാനൊരു സ്റ്റാർ നോസിലിട്ടിട്ട് ഒരു റോസ് പെറ്റൽ പോലെ കേക്ക് ഫുൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സെൻറ്ററിലായിട്ട് ചോക്കോ ചിപ്പും കൂടെ വെക്കുകയാണ് ആ റോസിൻ്റെ. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.